ദിവസം കൂടി ദാനമായി തന്ന സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നാം തോറ്റുപോയിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താത്ത നല്ല ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. തളർന്നു പോകാതെ, പിന്നിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കാതെ, പ്രാർത്ഥനയോടെ ദൈവത്തോട് കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുവാൻ തുടങ്ങുക. പരാജയപ്പെട്ടിടത്തു നിന്ന് ഒരുപടി മുന്നോട്ട് വയ്ക്കുവാൻ, നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ സഹായിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു അനുഗ്രഹമാകണം. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ ഒരു അനുഗ്രഹമാകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ, അബ്രഹാത്തെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ വഴി മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അബ്രഹാത്തോട് ദൈവം അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം ദൈവത്തിന്റെ വഴിയിൽ നടന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ആഗ്രഹിക്കണം, ഒരു തീരുമാനമെടുക്കണം, ഞാനും ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. അതുകൊണ്ട് സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. കർത്താവായ യേശു എന്ന വലിയ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആ നാമത്തിൽ നമ്മുടെ അനുഗ്രഹമുണ്ട്, നമുക്കുള്ള സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. നമ്മുടെ പാപവും ശാപവും തൻ്റെ ശരീരത്തിൽ വഹിച്ച് നമ്മെ രക്ഷിച്ച ദൈവം. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ആമേൻ. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ്റെ അമൂല്യമായ നാമം നമുക്ക് വിടുതൽ നൽകാം. കർത്താവായ യേശു നമ്മുടെ രക്ഷകനായി ഇന്നും എന്നും ജീവിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ ശക്തിയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ആമേൻ.
യേശുവിൻ്റെ രക്തം ഇന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തം നമുക്ക് സൗഖ്യം നൽകുന്നു. ആ രക്തത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. ആമേൻ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ആമേൻ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനെ. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ, ഞങ്ങൾക്ക് വിടുതൽ നൽകട്ടെ. യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് മറയായിരിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകലിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.